അസ്സലാമു അലൈക്കും. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ജൂലൈ 30 പുറത്തിറക്കിയ സർക്കുലർ നമ്പർ 4 പ്രകാരം 2027 പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് അനുമതി ലഭിച്ച എല്ലാ തീർത്ഥാടകരും അവരുടെ ആദ്യ ഗഡുവായി 1,52,300 രൂപ വീതം ഓഗസ്റ്റ് 10 മുമ്പായി ഹജ്ജ് കമ്മിറ്റിയുടെ അക്കൗണ്ടിൽ അടക്കണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ സുവിധ ആപ്പിലോ ഓൺലൈനായി പണമടക്കാവുന്നതാണ്. ഇതിനുവേണ്ടി ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെൻറ്റ് എന്നീ സൗകര്യങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. ഇനി നേരിട്ട് ബാങ്കുകളിൽ പോയി പണം അടക്കുകയാണെങ്കിൽ ഹജ്ജ് കമ്മിറ്റിയുടെ വെബ്സൈറ്റിൽ നിന്ന് നമ്മുടെ കവർ നമ്പർ ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്തെടുത്ത പേയ്മെൻറ്റ് സ്ലിപ്പ് ഉപയോഗിച്ച് സ്റ്റേറ്റ് ബാങ്കിൻ്റെയോ അല്ലെങ്കിൽ യൂണിയൻ ബാങ്കിൻ്റെയോ ശാഖകളിൽ പണം അടക്കാവുന്നതാണ്. ഹജ്ജ് കമ്മിറ്റിയുടെ വെബ്സൈറ്റിൽ നിന്ന് ജനറേറ്റ് പേയിങ് സ്ലിപ്പ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഗെറ്റ് പേയിങ് സ്ലിപ്പ് എന്ന വിൻഡോയിൽ ആദ്യമായി കവർ ID-യുടെ സ്ഥാനത്ത് നമ്മുടെ കവർ നമ്പർ തെറ്റാതെ ടൈപ്പ് ചെയ്യണം. അതിന് താഴെ ബാങ്ക് ടൈപ്പ് എന്നതിൽ UBI അല്ലെങ്കിൽ SBI ഏതാണ് വേണ്ടത് സെലക്ട് ചെയ്യണം. പിന്നീട് അതിൻ്റെ താഴെ ക്യാപ്ച തെറ്റാതെ ടൈപ്പ് ചെയ്തതിന് ശേഷം ഗെറ്റ് പേയിങ് സ്ലിപ്പ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ PDF ആയി നമ്മുടെ പേയിങ് സ്ലിപ്പ് ഡൗൺലോഡായി വരുന്നതാണ്. ഇതിൽ നമ്മുടെ കവർ നമ്പർ, ബാങ്ക് റഫറൻസ് നമ്പർ, അതുപോലെ ഈ കവറിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാവരുടെയും പേര് വിവരങ്ങൾ തുടങ്ങിയവ ഉണ്ടായിരിക്കും. ഈ കവർ നമ്പറിൽ എത്ര ആളുകളാണ് ഉള്ളത് അതിൽ ഓരോരുത്തർക്കും വേണ്ടി 1,52,300 രൂപ വീതം ചേർത്തുള്ള തുക ഇതിൽ ചേർത്ത് അതാത് ബാങ്കിൽ അടക്കുകയാണ് വേണ്ടത്. ഈ സ്ലിപ്പിന് 3 ഭാഗങ്ങളാണുള്ളത്. അതിലാദ്യത്തെ ഭാഗം ബാങ്ക് കോപ്പി ബാങ്ക് സൂക്ഷിക്കുന്നതാണ്. ബാക്കി 2 ഭാഗം നമുക്ക് തിരിച്ചു തരുന്നതാണ്. അവയിൽ ഒരു ഭാഗം ഹജ്ജ് കമ്മിറ്റി ആവശ്യപ്പെടുന്ന സമയത്ത് ഹജ്ജ് കമ്മിറ്റിക്ക് സമർപ്പിക്കേണ്ടതും മൂന്നാമതായി വരുന്ന പിലഗ്രിം കോപ്പി നമ്മൾ കയ്യിൽ കരുതേണ്ടതുമാണ്. പണം അടക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് 10 ആണ് എന്ന് പ്രത്യേകം ഓർമ്മിക്കണം. ഈ തീയതി ഒരു കാരണവശാലും നീട്ടുന്നതല്ല എന്നാണ് ഹജ്ജ് കമ്മിറ്റി അറിയിച്ചിട്ടുള്ളത്. അനുമതി ലഭിച്ച എല്ലാ തീർത്ഥാടകർക്കും മഖബൂലും മബ്രൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ.